ഹായ്, ഇസ്മി നൗഷാദ് വിത്ത് യു. നമ്മളെ സിപ്പ് ലൈനിൽ ഒന്ന് കയറാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് ഈ റിവറിന് ക്രോസ് പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ കറക്റ്റ് പ്ലേസ് ഞാൻ പറയാം. ആദ്യം ഒരെണ്ണം കാണുന്നുണ്ട്, അവിടെ കയറണ്ട കേട്ടോ. അവിടെ ഭയങ്കര റേറ്റ് ആണ്. അവർ കുറച്ച് എത്തില്ല, കൂടുതൽ തന്നെയാണ് പറയുന്നത്. ഇവിടെ രണ്ടാമത്തെ അടുത്താണ്. അവർ വൺ സൈഡ് പോയിട്ട് തിരിച്ച് റിട്ടേൺ ജീപ്പിലാണ് വരുന്നത്. ഇത് ടൂ വേ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ കൊണ്ടുപോകും. കറക്റ്റ് പ്ലേസ് നമുക്ക് ഇവിടെ ചോദിക്കാം, പുള്ളിയോട് പറയാം, ചോദിച്ചിട്ട് നമുക്ക് പറയാം. ഇത് കറക്റ്റ് പ്ലേസ് എവിടെയാണെന്ന് പറയാമോ? എന്റെ പേര് ഓക്കെ. കറക്റ്റ് സ്ഥലം വരുന്നത് കുഞ്ചിത്തണ്ണി എല്ലക്കല്ല് റൂട്ടില് തേക്കുംകാനം ഇതാണ് വരുന്നത്. നമ്മുടെ തേക്കുംകാനത്താണ് നമ്മുടെ സിപ്പ് ലൈൻ വരുന്നത്. അതായത് നമ്മുടെ കുഞ്ചിത്തണ്ണി കഴിഞ്ഞ് 3 കിലോമീറ്റർ ഇപ്പുറം ഫസ്റ്റ് ഇരിക്കുന്ന സിപ്പ് ലൈൻ നമ്മുടെയാണ്. അപ്പാണ്ടാണ് വരുന്നത്. അവിടുന്ന് വരും. അതായത് നമ്മൾ ആനച്ചാല് കഴിഞ്ഞ്, ആനച്ചാലാണ് മെയിൻ സിറ്റി വരുന്നത്. മെയിൻ സിറ്റി കഴിഞ്ഞ് ഫസ്റ്റ് വരുന്നത് കുഞ്ചിത്തണ്ണി. അത് കഴിഞ്ഞ് രാജാക്കാട് വഴി ഇങ്ങോട്ട് രാജാക്കാട് വഴി വരുമ്പോഴത്തേനാണെങ്കിലും നമുക്ക് 7 കിലോമീറ്റർ ഇങ്ങോട്ട് വരും. ഓക്കെ. അത് എവിടെ വന്നിട്ട് ഇങ്ങോട്ട് വരുന്നത്? നേരെ എല്ലക്കല്ല് നേരെ തിരിഞ്ഞാ വരുന്നത്. അതായത് നമ്മള് ഇവിടുന്ന് രാജാക്കാടുന്ന് നേരെ തിരിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് കറക്റ്റ് എല്ലക്കല്ല് അടിച്ചാൽ മതി. കറക്റ്റ് വ്യൂ കറക്റ്റ് ഇങ്ങോട്ട് വരും. രണ്ടാമത്തെ അതായത് നമ്മൾ അവിടുന്ന് ആനച്ചാലിന്ന് വരുമ്പോഴത്തേന് ഫസ്റ്റ് സിപ്പ്. അതായത് എല്ലക്കല്ലിന്ന് അടിച്ചു കൊടുത്താൽ മതി. എല്ലക്കല്ല് അടിച്ചു കൊടുക്കാനാണെങ്കിൽ കറക്റ്റ് നമ്മുടെ സിപ്പിന് അവിടെ വരും. അത് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നമ്മുടെ ഇത് വരുന്നത്. മൂന്നാർ യാത്രക്കിടയിലാണ് ഈ സിപ്പ് ലൈൻ ഞങ്ങൾ കാണുന്നത്. മോനാണ് ഏറ്റവും കൂടുതൽ പോകണമെന്ന് വാശി പിടിച്ചത്. രണ്ടുപേരും റെഡിയായി നിന്നു. റെഡിയായി കഴിഞ്ഞപ്പോൾ മോള് കൂളായിട്ട് തന്നെ കയറിയിരുന്നു. മോന് ചെറിയൊരു ഭയമുണ്ട്. അവൻ പോകണ്ട എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ ധൈര്യമൊക്കെ കൊടുത്തിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. ആവേശകരമായ ഒരു യാത്രയാണ്, നീ ധൈര്യമായി പോകൂ, നിന്റെ ധൈര്യം കളയരുത്, ഇതൊക്കെ നിനക്ക് നിസ്സാരമാണെന്നൊക്കെ ഞാൻ ബൂസ്റ്റ് ചെയ്ത് കൊടുത്തു. ശേഷം ഞങ്ങളും പുറകെ പറക്കുന്നുണ്ട്. ആകാശത്തിനും ഭൂമിക്കുമിടയിലൂടെ ഒരു യാത്ര. അത് പ്രത്യേകതര ഒരു അനുഭവമാണ്. ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹസികമായ യാത്രകൾ ചെയ്യണം. അത് നമ്മളെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ഊർജം സമ്മാനിക്കും. കുട്ടികൾക്ക് തന്നെ വലിയ ആവേശമായിരുന്നു. ഇളയ മോക്ക് ഒന്നും ഭയമില്ലായിരുന്നു. അവൾക്ക് ഭയക്കാനുള്ള പ്രായം എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മോന് ചെറിയ ഭയം. അവൻ്റെ പ്രായം അതാണല്ലോ. ആ ഭയം നമ്മൾ മാറ്റിക്കൊടുക്കുമ്പോഴാണ് അവന് മുന്നോട്ട് ജീവിതത്തിൽ പോകാനുള്ള ഒരു ഊർജം കിട്ടുന്നത്. അതൊക്കെ മാറ്റിക്കൊടുത്ത് ഞങ്ങളും ഭൂമിക്കും ആകാശത്തിനും ഇടയിലൂടെ കാറ്റിനെ വകഞ്ഞു മാറ്റി പിന്നാലെ ഞങ്ങളും പോയി. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ പാല് പോലെ പതച്ചൊഴുകുന്ന വെള്ളം. ആറിലൂടെ ആ വെള്ളം ഇങ്ങനെ കളകളാരമൊഴുകി പോകുന്നു. രസകരമായൊരു കാഴ്ചയായിരുന്നു. പ്രകൃതിയുടെ മനോഹാരിത അവിടെ നിന്ന് ഞങ്ങൾ ആസ്വദിച്ചു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണോ? ഓക്കെ. പേടി മാറിയോ? നമ്മളെ റൈഡിങ് ഒക്കെ കഴിഞ്ഞു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മോക്ക് ഒരു പേടിയില്ലായിരുന്നു, അടിപൊളിയായിട്ട് തന്നെ പോയി. പക്ഷെ മോന് ചെറിയതായിട്ടൊരു പേടിയുണ്ടായിരുന്നു. അവൻ പറഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി വന്നത്. പക്ഷെ അവന് ചെറിയ പേടിയുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ ആയിരുന്നു. റിട്ടേൺ വരാൻ നേരത്തെ ഒരു പേടിയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അതിനപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഞങ്ങൾ ഒരിടത്ത് കയറിയിരുന്നു, റേറ്റൊക്കെ ചോദിച്ചു. റേറ്റൊക്കെ കൂടുതലാണ് പറഞ്ഞത്. പക്ഷേ അവരുടെ ബിഹേവിങ് അത്ര പോരായിരുന്നു. മോശമായ രീതിയിലുള്ള അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ എങ്കിൽ ഇവിടെ വന്നപ്പോൾ അങ്ങനെയല്ല. ഒരു അടിപൊളിയായിട്ടാണ് നമ്മളോട് സഹകരിക്കുന്നതൊക്കെ നല്ല രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രൊമോഷനൊന്നുമല്ല, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. നാളെ നിങ്ങൾ വരുമ്പോഴും നിങ്ങൾക്ക് ഉപകാരപ്പെടണം, അതുകൊണ്ട് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. അടിപൊളിയായിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ്. ഇനി വരുമ്പോൾ അഡ്രസ്സൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി വരുമ്പോഴും ഇങ്ങോട്ട് വരിക, ഇവിടെ വന്നിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. സൂപ്പർ. സൈനിങ് ഓഫ് നൗഷാദ്. ഈ വഴി വരുമ്പോൾ തീർച്ചയായും ഇത് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. ഇവരെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്.